കാ പിടിച്ച് കിടക്കുന്ന കണ്ടില്ലേ, ഇഷ്ടം പോലെയാണ് പിടിക്കുന്നത്. ഇതങ്ങ് വലുതായി ഒരു നാരങ്ങയുടെ അത്രയും വലിപ്പം വരും. നമുക്ക് ആ ഫ്ലേവർ എന്ന് പറഞ്ഞൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഇതൊന്ന് കഴിക്കേണ്ട ഒരു ഫ്രൂട്ടാണ്. ടേസ്റ്റ് പറഞ്ഞു തരാൻ പറ്റത്. പുളി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചെറിയൊരു പുളിയുള്ളൂ, പക്ഷേ നല്ല ഫ്ലേവറോടുകൂടി കഴിക്കാൻ പറ്റും. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു പേരൊക്കെയാണ് യെല്ലോ സ്ട്രോബെറി പേര. ഇത് കിലോ പേരയാണ്. ഇതൊരു ചെറിയ പ്ലാന്റ് കേട്ടോ, ഒരുപാട് വലുതൊന്നുമല്ല. അപ്പോൾ ഞാനിത് കഴിഞ്ഞ വർഷം വാങ്ങിച്ചതേ ഉള്ളൂ, വെച്ചിട്ടേ ഉള്ളൂ. ഇത് ആദ്യമായിട്ട് പിടിക്കുന്നതാണ്. 1 കിലോ വരുമെന്നാണല്ലോ പറയുന്നത്. ടേസ്റ്റ് മറ്റേ തായ്പിങ്ങിൻ്റെ അത്രയും ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. കുറേ കായ്ച്ചിട്ടുണ്ട് ഇതിൽ. ഇത് ആക്ച്വലി ഞാൻ ബനാന സപ്പോട്ട അന്വേഷിച്ച് പോയിട്ട് വാങ്ങിച്ച സാധനമാണ്. പക്ഷേ ഇത് ബനാന സപ്പോട്ട അല്ലയെന്ന് പിന്നെ മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ ഇത് രണ്ടിൻ്റെയും കൂടെ നടുക്ക് നിൽക്കും. അതായത് ബനാന സപ്പോട്ട കുറച്ചുകൂടെ നീണ്ടിട്ടാണ്, ക്രിക്കറ്റ് ബോൾ ആണെങ്കിൽ കുറച്ചുകൂടെ ഉരുണ്ടാണ്. ഇത് രണ്ടിൻ്റെയും കൂടെ നടുക്ക് നിൽക്കും. പക്ഷേ ഇത് പറഞ്ഞ പോലെ എപ്പോഴും കായാണ്, നല്ല ടേസ്റ്റാണ്. എന്തായാലും വെക്കേണ്ട ഒരു സപ്പോർട്ട് തന്നെയാണിത്. ഇത് കിട്ടുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് കിട്ടിയതാണ്. ഇത് അർക്ക കിരൺ എന്ന് പറയുന്ന പേരെയാണ്. ഇത് നമ്മുടെ ഒരു റിസർച്ച് പ്രോഡക്റ്റാണ്, ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു പ്രോഡക്റ്റാണ്. നല്ലപോലെ കായ്ക്കും. ഇഷ്ടംപോലെ നമുക്ക് കായ് കുറഞ്ഞു പോയെന്നൊരു പരാതി ഉണ്ടാവില്ല, നല്ലപോലെ കായ്ക്കും. പക്ഷേ ടേസ്റ്റ് ഒരു മീഡിയം ടേസ്റ്റ്, ആവറേജ് ടേസ്റ്റാണ്. ഇത് നമ്മുടെ തായ് പിങ്കാണ്, നല്ലതുപോലെ കായ്ക്കുന്നുണ്ട്. കണ്ടില്ലേ, ഒരു ചെറിയ ചെടിയാണ്. ഞാൻ കഴിഞ്ഞ വർഷം വെച്ചതേ ഉള്ളൂ. ഇഷ്ടംപോലെ കായ് പിടിച്ച് കിടപ്പുണ്ട്. ഇനി ഇതിൻ്റെ പ്രത്യേകത ഒരു ചെറിയ പിങ്ക് കളറാണ്, നല്ല ടേസ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, മറ്റേതുപോലല്ല, ഞാൻ പറഞ്ഞ അർക്കാക്കിരൺ പോലല്ല. ഇത് നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റും നല്ല വലിപ്പം വയ്ക്കുകയും ചെയ്യും. ഇതിപ്പോൾ നല്ല ട്രെൻഡിങ് ആയി വരുന്ന നമ്മുടെ ബനാന സപ്പോട്ട, ഇങ്ങനെ നീണ്ട് ബനാനയുടെ ഷേപ്പ് പോലെ നീണ്ടിരിക്കും. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. പിന്നെ ഒരുപാട് കായ്ക്കും. എപ്പോഴും നോക്കിയാലും ഇതിനകത്ത് കായ ഉണ്ടാവും. ഒരെണ്ണം കായ കിട്ടും, അടുത്ത പൂക്കും, അടുത്ത കായ്ക്കും, അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ ഡോക്ടർ ഷമ്മാസാണ്, ട്രിവാൻഡ്രത്താണ് വീട്. ഞാൻ ബേസിക്കലി ഓർത്തോപെഡിക് സർജനാണ്. അതിൽ ആർത്രോസ്കോപ്പി, കീഹോൾ സർജറീസാണ് നമ്മൾ ചെയ്യുന്നത്. ലിഗമെൻ്റ് റീകൺസ്ട്രക്ഷൻ, കീഹോൾ സർജറീസ്. അപ്പോൾ ഈ ടെറസ് ഗാർഡൻ എന്ന് പറയുന്നത് നമ്മളൊരു പാഷന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ഇഷ്ടമാണ്. മാവും പ്ലാവും നമ്മൾ നാട്ടിൻപുറത്തുനിന്ന് വളർന്നു വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുന്നതാണ്.